ഹായ് സ്പൈസി ഡിലൈറ്റ്സ്. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല ചൂട് പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. നല്ല ചൂട് പരിപ്പ് വടയും നല്ല ചൂട് കട്ടൻ ചായയും കൂട്ടി ഒരു പിടി പിടിക്കണം അന്തസ് അല്ലേ. തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പരിപ്പ് വട എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് കണ്ടിട്ട് വന്നാലോ. കടലപ്പരിപ്പ് ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി ഇത് കുതിർക്കാൻ വെച്ചതായിരുന്നു. ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ച് ചനദാല മാറ്റി വെച്ചിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ്, അതൊരു 15 എണ്ണം. അതേപോലെ പച്ചമുളക് ഒരു 6 എണ്ണം, അതും ക്രഷ് ചെയ്ത് വെച്ചത്. ഒരു മീഡിയം പീസ് ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് 6 എണ്ണം ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒരു പാനിൽ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിം ആണ്. ഇനി നമുക്ക് കുഞ്ഞു ബോൾസ് ആക്കിയെടുക്കാം. കൈയൊന്ന് നനയ്ക്കണം, അതിനുശേഷം ഇതുപോലെ ചെറിയ ഉരുളയാക്കി ഇട്ടെടുക്കുക. നമ്മുടെ ഈ 2 കൈൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു വടയുടെ ഷേപ്പിലായിട്ട് കിട്ടും. ഇതുപോലെ ചെയ്തെടുക്കാം. എണ്ണ ഓൾറെഡി ചൂടായിട്ടുണ്ട്. നമുക്കിനി വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. തട്ടുകട സ്റ്റൈൽ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പരിപ്പ് വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.